കേരള വസ്ത്രാലയം പട്ടാമ്പി റോഡ് കുന്നംകുളം, ഗുരുവായൂർ റോഡ് നിയർ റോയൽ ഹോസ്പിറ്റൽ കുന്നംകുളം. വിഷുക്കാലം എത്തിയതോടെ വേലൂരിലെ പാടശേഖരങ്ങളിൽ കണിവെള്ളരികൾ വിളഞ്ഞു ഭാഗമായി. വേലൂർ തണ്ടിലം മച്ചിങ്ങൽ ദിലീപ് കുമാറും കുടുംബവുമാണ് തണ്ടിലം പാടശേഖരത്തിലെ 2 ഏക്കർ സ്ഥലത്ത് ഇത്തവണ കൃഷി ഇറക്കിയിരിക്കുന്നത്. കണ്ണുകൾക്കും മനസ്സിനും കുളിരേകുന്ന സ്വർണ്ണ നിറമുള്ള നാടൻ വയനാടൻ വെള്ളരിയാണ് ഈ കൃഷിയിടത്തിൽ പ്രധാന താരം. വെള്ളരി കൃഷി വിഷു വിപണി ലക്ഷ്യമിട്ട് ചെയ്തതാണ്. അപ്പോൾ വെള്ളരി പാടത്ത് ചെയ്യാനുള്ള കാര്യമാണ്. എന്താ വെച്ചാൽ പന്നികളുടെ ശല്യം കൊണ്ട് വലിയ ശല്യമാണ് നമുക്ക് ഏറ്റവും വലിയ പ്രശ്നം, മയിലിൻ്റെയൊക്കെ. അപ്പോൾ മോൻ പറഞ്ഞു കുറച്ച് ചെയ്യാച്ചാന്ന് പറഞ്ഞു. അങ്ങനെ ആ രീതിയിൽ ഇപ്രാവശ്യം ഒരു 1.5-2 ഏക്കർ സ്ഥലത്ത് പച്ചക്കറി ചെയ്താണ്. അപ്പോൾ അത് വലിയൊരു വിജയമായിട്ട് വന്നു. അപ്പോൾ വെള്ളരി ഇപ്പം ഇന്ന് വിഷു വിപണി ലക്ഷ്യമിട്ടിട്ട് ഇപ്പോൾ കുറച്ച് പറിച്ചാണ്. ഇനിയൊരു 1.5-2 ടണ്ണോളം പറിക്കാനുണ്ട്. അപ്പോൾ മറ്റുള്ള കുക്കമ്പർ, തണ്ണിമത്തൻ, പയർ, വെള്ളരി, കുമ്പളം അങ്ങനെ എല്ലാ കൃഷികളും ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു വിളവെടുപ്പ് ആയിട്ട് ഞങ്ങൾ കുടുംബക്കാർ ഇപ്പോൾ ഇലക്ഷൻ നടന്നുകൊണ്ടിരിക്കുകയല്ലേ, അതുകൊണ്ട് മറ്റുള്ളവരൊന്നും പങ്കെടുപ്പിക്കാൻ പറ്റില്ലല്ലോ. അങ്ങനെ ഒരു ഉദ്ഘാടനം പോലെ ചെയ്തതാണ് ഞങ്ങളിന്നത്. വെള്ളരിക്ക് പുറമെ കുമ്പളം, അമ്പിളിമത്തൻ, കിരൺ തണ്ണിമത്തൻ, കുറ്റിപ്പയർ, സ്നോ വൈറ്റ് കുക്കുംബർ എന്നിവയും ഈ തോട്ടത്തിൽ സമൃദ്ധമായി വളരുന്നുണ്ട്. കാട്ടുപന്നിയുടെ ശല്യവും പഞ്ചായത്തിൽ നിന്നുള്ള സബ്സിഡിയുടെ കുറവും കൃഷി നഷ്ടത്തിലാകുമോ എന്ന ഭയമുണ്ടായിരുന്നുവെങ്കിലും ഡിഗ്രി വിദ്യാർത്ഥിയും യുവ കർഷകനുമായ മകൻ അശ്വത്തിന്റെ നിർബന്ധമാണ് കൃഷി സജീവമാക്കാൻ കാരണമായത്. പൂർണ്ണമായും ജൈവ രീതിയിലാണ് കൃഷി ചെയ്തിരിക്കുന്നത്. കോഴിക്കാഷ്ടവും ചാണകപ്പൊടിയും വളമായി ഉപയോഗിച്ചുള്ള ഈ കൃഷിയിൽ ഇതിനകം തന്നെ 700 കിലോയോളം വെള്ളരി വിളവെടുത്തു കഴിഞ്ഞു. കാർഷിക മേഖലയിൽ നിരവധി പുരസ്കാരങ്ങൾ നേടിയിട്ടുള്ള ദിലീപ് കുമാറിന് കരുത്തായി ഭാര്യയും വേലൂർ ഗ്രാമപഞ്ചായത്ത് മുൻ പ്രസിഡന്റുമായ ഷേർലി ദിലീപ് കുമാറും മകൻ അശ്വത്തും കൂടെയുണ്ട്. വെള്ളരിക്ക് പുറമെ 3000-ഓളം വാഴകൾ, ഇഞ്ചി, പൊടിക്കിഴങ്ങ്, മഞ്ഞൾ, കൂവ എന്നിവയും ഇവർ വ്യാപകമായി കൃഷി ചെയ്യുന്നുണ്ട്. വിഷു വിപണി ലക്ഷ്യമിട്ട് ഗുണമേന്മയുള്ള പച്ചക്കറികൾ ജനങ്ങളിലേക്ക് എത്തിക്കുവാനുള്ള ഒരുക്കത്തിലാണ് ഈ കർഷക കുടുംബം.